ഹലോ. ഞാൻ ഇന്ന് ക്രിസ്തുമസ് ആയതുകൊണ്ട് ഓഫീസിലൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിയിട്ട് വന്ന് കുറച്ച് ചെമ്മീൻ വാങ്ങി, കുറച്ച് പുതിയാപ്പിള വാങ്ങി. നമ്മുടെ നാട്ടിലെല്ലാം പുതിയാപ്പിള എന്നാണ് പറയൽ. നിങ്ങളെ ചില നാട്ടിൽ ഇതിന് കിളിമീൻ എന്ന് പറയും, ചിലവർ ചോന്ന മീൻ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പുതിയാപ്പിള എന്ന് പറയും. അപ്പോൾ ഇന്ന് പുതിയാപ്പിള കിട്ടി കുറച്ച്. അപ്പോൾ മോൾക്ക് നാളെ രാവിലെ ജോലിക്ക് പോകണ്ട, അതുകൊണ്ട് പിന്നെ നൈറ്റിലേക്കുള്ള 2 ഞാനും അവളും മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ അതിന് 2 പുതിയാപ്പിള എടുത്തു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പിന്നെ നല്ലപോലെ മസാല ചേർത്ത് പിടിപ്പിച്ചു. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇപ്പം തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം കൂടെ നന്നായി വേവിച്ചുടച്ച് അങ്ങനെ ചെയ്യുന്നൊരു ട്രെൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ട്രെൻഡൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്ന് ഈ സംഭവം ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ കിളിമീനിൽ പിന്നെ ഇത് അരച്ച് പിടിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം കൂടെ ചേർത്തിട്ട് പച്ചമുളക് ഇടാൻ മറന്നുപോയി. തക്കാളി, ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായി വേവിച്ച് ഉടച്ചു. വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി വേവിച്ച് ഉടച്ചു നന്നായിട്ട്. അപ്പോൾ അത് ഉടയാൻ കുറച്ച് പണിയുണ്ട്, കാരണം തക്കാളി ശരിക്കും ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അതാണ് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി മുളക് പൊടിയല്ല. അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ചു അതിനകത്തേക്ക്. അപ്പോൾ വാളംപുളി പിന്നെ പിഴിഞ്ഞൊഴിച്ച് കൂടുതൽ ഞാൻ മസാല ഇട്ടില്ല, കാരണം മീൻ നന്നായിട്ട് മുളക് തേച്ചത് കൊണ്ട് അതിനകത്ത് ഞാൻ കുറച്ചധികം പിന്നെ ഇതിനകത്ത് കുറച്ചു. അപ്പോൾ ഇത് നന്നായി ഇപ്പം ഉടഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ മസാല തേച്ച് പിടിപ്പിച്ച കിളിമീൻ എടുത്തിട്ട് അതിനകത്ത് വെച്ച് നന്നായി വേവിച്ചു. അപ്പോൾ ഈ ട്രെൻഡ് ഞാൻ അന്നൊന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി. അപ്പോൾ ഇത് നന്നായി വേവുന്ന വരെ അതിൻ്റെ മസാലയെല്ലാം അതിനെ നന്നായി പിടിക്കുന്നത് വരെ തന്നെ ഞാൻ നന്നായിട്ടത് വേവിച്ചു. പിന്നെ രാത്രി പിന്നെ വീഡിയോ എടുത്തത് കൊണ്ട് നമുക്ക് ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായില്ല. കാരണം ഞങ്ങളെ ബൾബുള്ളത് പിന്നെ ഗ്യാസിൻ്റെ നേരെ മുകളിലത്തെ സൈഡല്ല, ബാക്ക് സൈഡിലാണ്. അപ്പോൾ ആ ലൈറ്റ് അത്ര ഡിമ്മായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇത് നന്നായി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. കാരണം അതിന് കൂടുതലൊരു കറികൾ വേണം തോന്നുന്നില്ല. ഇത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലയും ഈ മീനും കൂടെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് പിടിച്ച് ചോറുണ്ണാൻ നല്ല ഒരു സുഖമായിട്ട് തോന്നിയത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുള്ളൂ, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ സന്തോഷമായി. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പിന്നെ മറുപടി ഒന്ന് അയക്കണം. അത് മസാലക്കറി ആയിട്ട് ഒരു എഗ്ഗ് മസാലക്കറീൻ്റെ മസാല മാത്രം.